ഓം ശാന്തി. 5/4/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സായുജ്യമടയും. ദൃഷ്ടിയിലൂടെ സായുജ്യമടയുക എന്നാൽ വിശ്വ അധികാരി ആകുക എന്നാണ്. നാം ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം പ്രാപ്തമായ അനുഭവമുണ്ടാകും. നമ്മൾക്കില്ലാത്തതായി ഒന്നും തന്നെ ഈ ലോകത്തിലില്ല എന്ന അനുഭൂതിയുണ്ടാകും. ഇതിനെയാണ് പൂർണ്ണമായും സംതൃപ്തരാകുക എന്ന് പറയുന്നത്. ബാബ നമ്മളെ വിശ്വ അധികാരിയാക്കുകയാണ്. ബാബയുടെ ദൃഷ്ടിയിലൂടെ സായുജ്യമടയുക എന്നാൽ വിശ്വ അധികാരി ആകുക എന്നാണ്. കഥകളിൽ ഈശ്വരനെ ഒരു സെക്കൻഡത്തേക്കെങ്കിലും കാണുകയാണെങ്കിൽ, ഈശ്വരന്റെ ദൃഷ്ടി പതിയുകയാണെങ്കിൽ പൂർണ്ണമായും സായുജ്യമടയുന്നു എന്ന് വർണ്ണിക്കാറുണ്ട്. നമ്മൾ ആത്മാക്കളുടെ മേൽ പരമാത്മാവിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നമ്മളെ എന്നും പരിപാലിക്കുന്നു, എന്നും പഠിപ്പിക്കുന്നു, എന്നും ശ്രീമതം തരുന്നു. ഈ പാലനയിലൂടെ, പഠിത്തത്തിലൂടെ, ശ്രീമതത്തിലൂടെ നമ്മൾ വിശ്വത്തിന്റെ അധികാരി ആകുകയാണ്. ചോദ്യം: സ്വാമി സദ്ഗുരു ദൃഷ്ടിയിലൂടെ സായുജ്യം കൊള്ളിച്ചു എന്നതിൻ്റെ വാസ്തവിക അർത്ഥം എന്താണ്? ഉത്തരം: ആത്മാവിന് ബാബയിൽ നിന്ന് എപ്പോഴാണോ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നത്, ആ ലഭിച്ച നേത്രം കൊണ്ട് ബാബയെ തിരിച്ചറിയുന്നത്, അപ്പോൾ സായുജ്യമടയുന്നു, അതായത് സദ്ഗതി ലഭിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയായി നിങ്ങൾ എന്നിൽ ദൃഷ്ടി വയ്ക്കൂ, അതായത് എന്നെ ഓർമ്മിക്കൂ. മറ്റുള്ള കൂട്ടുകെട്ടുകൾ വിട്ട് എൻ്റെ കൂട്ടുകെട്ടിൽ മാത്രം ഇരിക്കൂ. എങ്കിൽ ഒന്നുമില്ലാത്തവരിൽ നിന്ന്, അതായത് പാപ്പരായവരിൽ നിന്ന് അളവറ്റവർ, അതായത് ധനികരായി തീരും. ബാബ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും ബാബയെ സമ്പൂർണമായും തിരിച്ചറിയുന്നത്, അപ്പോൾ നമ്മൾ ബാബയ്ക്ക് തുല്യരായി തീരുന്നു, അതായത് ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ എത്തുന്നു. ഇങ്ങനെ ബാബയെ തിരിച്ചറിയുന്നതിന് അല്ലെങ്കിൽ അറിയുന്നതിന് നമ്മൾക്ക് ബാബയിൽ നിന്ന് തന്നെ മൂന്നാമത്തെ നേത്രം ആവശ്യമാണ്. മൂന്നാമത്തെ നേത്രം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ നേത്രമാണ്. നമ്മൾക്ക് എന്നും ലഭിക്കുന്ന ജ്ഞാനത്തിലൂടെ നമ്മളുടെ മൂന്നാമത്തെ നേത്രം പതുക്കെ പതുക്കെയെങ്കിലും തുറക്കുകയാണ്. എത്രത്തോളം നാം ബാബയെ സമ്പൂർണമായി മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നാം ഏറ്റവും ഉയർന്ന സ്ഥിതി, അതായത് സദ്ഗതിയിലേക്ക് പോകുന്നു. ബാബ പറയുന്നു, എത്രത്തോളം ആത്മ അഭിമാനിയായി ബാബയെ നോക്കുന്നുവോ, അതായത് ബാബയെ ഓർമ്മിക്കുന്നുവോ, അത്രയും നമ്മൾ ഏറ്റവും പാപ്പരായ സ്ഥിതിയിൽ നിന്ന് ധനികരായ സ്ഥിതിയിലേക്ക് പോകും. മറ്റുള്ള എല്ലാ കൂട്ടുകെട്ടും വിട്ട് ഒരേ ഒരു ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കണം. ബാബയ്ക്കൊന്നും പകുതിയായോ കാൽഭാഗമായോ നാം കൊടുക്കില്ല, പൂർണ്ണമായും ആണ് കൊടുക്കുക. നമ്മളുടെ ഹൃദയവും നമ്മളുടെ കൂട്ടുകെട്ടും എല്ലാം ബാബയ്ക്ക് പൂർണ്ണമായും തന്നെ വേണം. എന്നാൽ അതിനർത്ഥം എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നിരിക്കണം എന്നല്ല. തീർച്ചയായും വീട്ടിലും കുടുംബത്തിലും ഇരിക്കണം, എല്ലാവരോടും സ്നേഹ ആദരവോട് തന്നെ പെരുമാറണം. പക്ഷേ ഹൃദയം കൊണ്ട് ബാബയെ ഓർമ്മിക്കണം. ആത്മാ അഭിമാനിയായി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ ഒന്നുമില്ലാത്തവരിൽ നിന്നും എല്ലാം ഉള്ളവരായി മാറുന്നു. ഇതിനെയാണ് സദ്ഗുരു ദൃഷ്ടിയിലൂടെ സായുജ്യമണയിച്ചു എന്ന് ഗുരു ഗ്രന്ഥ് സാഹിബിൽ പറയുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദീപത്തിൽ ജീവിച്ചിരിക്കെ മരിക്കുന്ന ശലഭമാകണം, കറങ്ങുന്നവർ മാത്രമല്ല.
ഈശ്വരീയ പഠിത്തം ധാരണ ചെയ്യുന്നതിന് ബുദ്ധിയെ സമ്പൂർണ്ണ പാവനമാക്കണം. 2. മറ്റുള്ള കൂട്ടുകെട്ടെല്ലാം മാറ്റി ഒരു ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കണം. ഒരു ബാബയുടെ ഓർമ്മയിലൂടെ സ്വയം തന്നെ സായുജ്യം അടയിക്കണം. ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയിൽ എല്ലാം അർപ്പിക്കുന്നവരാകണം, അല്ലാതെ വന്ന് കണ്ട് പോകുന്നവരാകരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ ഇതാണ് പറയുന്നത്. നമ്മളുടെ ഈ ഈശ്വരീയ പഠിത്തം ധാരണ ചെയ്യുന്നതിന് ബുദ്ധി തീർച്ചയായും ശുദ്ധമുള്ളത് ആകണം. ഈ ബുദ്ധിയെ ശുദ്ധമാക്കുന്നത് ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ്. അതിനാൽ ബുദ്ധിയെ സമ്പൂർണ്ണ ശുദ്ധമാക്കിയെടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, മറ്റെല്ലാ കൂട്ടുകെട്ടും വിട്ട് ഒരേ ഒരു ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കണം. നമ്മൾ ഭക്തി മാർഗത്തിൽ ഇത് തന്നെയാണ് ബാബയോട് പ്രതിജ്ഞ ചെയ്തിരുന്നത്. ഒരു ബാബയുടെ ഓർമ്മയിൽ സ്വയം നമ്മളെ തന്നെ നാം നിറവുള്ളവരാക്കണം, സായുജ്യമടയിക്കണം. വരദാനം: ഹൃദയം കൊണ്ടുള്ള തിരിച്ചറിവിലൂടെ ദിലാരാമന്റെ ആശീർവാദം പ്രാപ്തമാക്കുന്ന സ്വപരിവർത്തകരായി ഭവിക്കട്ടെ. സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുന്നതിന് 2 കാര്യങ്ങൾ സത്യമായ ഹൃദയത്തോടെ തിരിച്ചറിയണം. 1. തന്റെ കുറവുകൾ തിരിച്ചറിയണം. 2. ഏത് പരിതസ്ഥിതി അല്ലെങ്കിൽ വ്യക്തി നിമിത്തമാകുന്നുവോ അവരുടെ ആഗ്രഹവും അവരുടെ മനസ്സിന്റെ ഭാവനയും നാം തിരിച്ചറിയണം. പരിതസ്ഥിതിയുടെ പരീക്ഷണത്തിൽ കാരണത്തെ അറിഞ്ഞ് സ്വയം പാസ്സാകുന്നതിന് ശ്രേഷ്ഠ സ്വരൂപത്തിന്റെ തിരിച്ചറിവുണ്ടെങ്കിൽ സ്വസ്ഥിതി ശ്രേഷ്ഠമാണ്, പരിതസ്ഥിതി പരീക്ഷയാണ്. ഈ തിരിച്ചറിവ് സഹജമായി പരിവർത്തനം പെടുത്തുന്നു. സത്യമായ ഹൃദയത്തോടെ തിരിച്ചറിഞ്ഞു എങ്കിൽ ദിലാരാമന്റെ ആശീർവാദവും പ്രാപ്തമാകുന്നു. സ്വയം നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നതിന് സത്യമായ ഹൃദയത്തോടെ നമ്മളുടെ കുറവുകളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ഏത് പരിതസ്ഥിതിയാണോ ഏത് വ്യക്തിയാണോ മുന്നിലുള്ളത് അവരുടെ ആഗ്രഹം എന്താണ്, അവരുടെ മനസ്സിന്റെ ഭാവന എന്താണ് എന്നത് തിരിച്ചറിയണം. ഒരു പരിതസ്ഥിതി മുന്നിൽ വന്നു എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം. അതുപോലെ ആ പരിതസ്ഥിതിയിൽ നമ്മൾക്ക് ജയിക്കാനുള്ളതാണ് എന്ന ശ്രേഷ്ഠ സ്വരൂപവും നാം തിരിച്ചറിയണം. ഇതിലൂടെ നമ്മുടെ സ്വസ്ഥിതി ശ്രേഷ്ഠമായിരിക്കും, സഹജമായി പരിവർത്തനപ്പെടുത്തുകയും ചെയ്യും. ഇപ്രകാരം സത്യമായ ഹൃദയത്തോടെ കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് എങ്കിൽ ദിലാരാമനായ ബാബയിൽ നിന്ന് ആശീർവാദവും പ്രാപ്തമാകുന്നു. സ്ലോഗൻ: അവകാശികൾ എന്നാൽ ആര് എവർ റെഡിയായി ഓരോ കാര്യത്തിനും ശരി ശരി എന്ന് പറയുന്നു അവരാണ്. ആരാണ് ബാബയുടെ അവകാശി കുട്ടികൾ? അവകാശി കുട്ടികൾ എന്നാൽ അവർക്ക് ബാബയെക്കുറിച്ചും ഡ്രാമയെക്കുറിച്ചും സ്വയം തന്നെക്കുറിച്ചും ബ്രാഹ്മണാത്മാക്കളെക്കുറിച്ചും പൂർണ്ണമായും നിശ്ചയമുണ്ടായിരിക്കും. അത് കാരണം അവരോട് എന്ത് കാര്യം പറഞ്ഞാലും അവർ എവർ റെഡിയായി ശരി ചെയ്യാം, ജി ഹാജുർ എന്ന് പറയുന്നു. ഓം ശാന്തി.